അച്ഛനെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ കടമ തന്നെയാണ്. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്രത്യേക മൈൻഡ് സ്വഭാവമാണ്. പുള്ളി കുടിക്കാതിരിക്കുന്ന സമയത്ത് സ്നേഹമുണ്ട്, മക്കളോടും കൊച്ചുമക്കളോടും സ്നേഹമില്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. ഈ അച്ഛൻ്റെ കാട്ടി ഈ 2 ആമക്കൾക്കും സ്നേഹമുണ്ട് അച്ഛനോട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ദുരിതങ്ങൾ ഉണ്ടായിട്ടും ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇരിക്കുന്നത്. അച്ഛനറിയാം അച്ഛൻ എന്ത് പ്രശ്നങ്ങൾ, അച്ഛൻ പല പ്രശ്നങ്ങളും വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയതിനകത്തൊക്കെ നമ്മളെ പോയി ഇടപെട്ടിട്ടുണ്ട്. അന്നുണ്ടാവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം മാത്രമല്ല, പലപ്പോഴും അച്ഛൻ കുടിച്ചിട്ട് വരും ബഹളം ഉണ്ടാക്കും. അത് അച്ഛന് കുടിക്കുമ്പോൾ തോന്നുമായിരിക്കാം, എനിക്ക് ചന്ദ്രടിക്കത്ത് വിളിക്കണമെന്ന് തോന്നിയിട്ടായിരിക്കാം ഈ വരുന്നത്. അല്ല ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സിലെ കാര്യമൊന്നും എനിക്ക് പറയാനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അവിടെ അച്ഛൻ്റെ മോനാണ് വീതം ചെയ്ത് കൊടുത്തേക്കുന്നത്. ആ വീതം ചെയ്ത് ഞാൻ കല്യാണം കഴിച്ച് പോയിട്ട് അവിടെ അച്ഛൻ വഴക്കാണെന്ന് പറഞ്ഞ് എനിക്ക് ഒളിച്ചൊടിപ്പാൻ പറ്റത്തില്ല. എൻ്റെ ഭർത്താവ് നിൽക്കുന്നിടത്തേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ മനുഷ്യൻ അല്ലെങ്കിൽ എന്നെ സേഫാക്കും. ആ മനുഷ്യനെ സേഫാക്കാൻ അതിനനുസരിച്ച് ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പെട്ടെന്ന് എനിക്കുണ്ടാവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനെ കുടിച്ചു കഴിഞ്ഞാലും ഞാനും അച്ഛനുമായിട്ട് കുറച്ച് നാളുകളായിട്ട് എന്നെ ദേഹോപദ്രവം ചെയ്യുന്നത് 4-മത്തെയാണ് അടിക്കുന്നത്. അല്ലാതെ വരും വഴക്കുണ്ട്. കുടി എല്ലാ ആഴ്ചയിലും മാസത്തിൽ പെൻഷൻ കിട്ടും. അമ്മയുടെ പെൻഷൻ അച്ഛന് കിട്ടുന്നുണ്ട്, ജോലി ഉണ്ടായതുകൊണ്ട്. അമ്മ സർവീസ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ആ പൈസ കിട്ടുമ്പോൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കും. അത് നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. ആ ബഹളം ഉണ്ടാക്കുകയും ചീത്ത പറയുകയും നമ്മളങ്ങനെ സഖി കെട്ടിട്ടൊക്കെ തിരിച്ച് മറുപടി പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ അത്ര സത്യസന്ധതയൊന്നും ആവുന്നില്ല. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. മരുമോൾ എല്ലാ വീട്ടിലും മരുമക്കളെ തിരിച്ച് മറുപടി പറയുന്ന പോലെ ഞാനും മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് അച്ഛനെ ചെന്ന് അടിക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. അടി കൊണ്ടിട്ടേ ഉള്ളൂ. അടി കൊണ്ടിട്ടിരുന്ന് കരഞ്ഞിട്ട് സിജേൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇവിടം വരെ മുടിയുള്ള എൻ്റെ മുടിയെ വരെ പിടിച്ച് വലിച്ചൊരു അച്ഛനാത്. എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇടയ്ക്ക് വന്ന് കയറിയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത്രയും വൈകൃതമായ സ്വഭാവമുള്ളൊരു മനുഷ്യനെ നേരെയാക്കുക എന്നുള്ള മക്കളുടെ കടമയെ. ഞാൻ വെളിയിൽ ചെന്നിട്ട് അമ്മായിപ്പൻ ഇങ്ങനെയാണോ എന്നും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി തീരും? ഞാൻ അല്ലെങ്കിൽ ആ വീട് വിട്ട് ഇറങ്ങണം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നോക്കണം. ആ മനുഷ്യൻ ഞാനെന്നും പറഞ്ഞ് ജീവിക്കുക, എൻ്റെ മോനെ. ഞാൻ അവർക്ക് വേണ്ടിയിട്ടില്ല ജീവിക്കുക. എന്നെ പിന്നെ എന്തിനാ ഈ ഭൂമി പെണ്ണായിട്ട് വിട്ടത്? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ എൻ്റെ അമ്മയൊക്കെ സഹിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ കഥകളാണ്. ദാമ്പത്യത്തിൽ ഒരു ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ ചൂഷണം ചെയ്ത് വീട്ടുകാർക്ക് ഇടപെടേണ്ട കാര്യമില്ല. അത് നമ്മൾ തമ്മിൽ തീർക്കുന്ന കാര്യങ്ങളാണ്. അച്ഛനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ എനിക്ക് നല്ലോണം അറിയാവുന്നൊരു വ്യക്തിയാണ്. ബഹുമാനിച്ചിട്ടുമുണ്ട്, സ്നേഹിച്ചിട്ടുമുണ്ട്. ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടിയുള്ള അനുഭവങ്ങളാണ് തിരിച്ച് ആ വടി എടുക്കേണ്ടത് വന്നത്. ഇത്രയും അടികളൊക്കെ കൊണ്ടിട്ട് ഞാൻ ക്ഷമിച്ചെന്താണെന്നറിയാമോ? ആ മനുഷ്യന് കഷ്ടപ്പെട്ട് വളർത്തി അമ്മ മരിച്ചു പോയതിന് ശേഷം, ചേട്ടൻ +2 പഠിക്കുമ്പോഴാണ് അമ്മ മരിച്ചത്. അപ്പോൾ അമ്മ മരിച്ചു പോയതിന് ശേഷം വേറൊരു വിവാഹം ചെയ്യാതെ ഈ മക്കൾക്ക് ആഹാരം വെച്ച് കൊടുത്ത് ഇവരെ വളർത്തി അവർക്ക് ഇഷ്ടപ്പെട്ട പെൺപിള്ളേരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മനുഷ്യനാണ്. ശരിയാണ്, സമ്മതിക്കുന്നു. അച്ഛൻ എന്ന നിലയിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും എല്ലാവരും പറയുന്ന പോലെ അച്ഛന്മാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അച്ഛൻ ചെയ്ത തെറ്റ് ആ സമയത്ത് എന്നെ പ്രകോപിതയാക്കി ഞാനത് ചെയ്തു. അത് എൻ്റെ മനസ്സിലപ്പം എന്താണോ ചെയ്യാൻ തോന്നിയത് ആ ശരിയാണ് ഞാനത് ചെയ്തത്. ഇപ്പം മദ്യപിക്കുന്നവർക്കൊക്കെ അവരെയൊക്കെ നേരെയാക്കാനുള്ള കുറേ വഴികളുണ്ട്. അത് പറഞ്ഞ് അതേ രീതിയിൽ കൊണ്ടുപോകണം. അപ്പം അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുന്നത്, ഞാൻ ചെയ്തു പോയി, ഞാൻ അടിച്ചു, അടി കൊണ്ടിട്ട് തന്നെ അടിച്ചത്.